വെള്ളാപ്പള്ളി നടേശന് ശനിദശ മൂർച്ഛിച്ചു വരികയാണ് എന്ന് തന്നെ പറയാം. വെള്ളാപ്പള്ളി ഉൾപ്പെട്ട മൈക്രോ ഫൈനാൻസിംഗ് തട്ടിപ്പ് കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ ഹൈക്കോടതി. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടായിരിക്കണം അതിനെയെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ ഇത്രയധികം അദ്ദേഹം പണിയെടുത്തത്. തൻ്റെ തട്ടിപ്പിന് കുടപിടിക്കുന്നവരുടെ കൂടെ തന്നെ കൂടിയെന്ന് മാത്രമല്ല, അതിനെ എതിർക്കുന്നവരെയെല്ലാം അസഭ്യം പറയുകയും ചെയ്തു വെള്ളാപ്പള്ളി. എന്നാൽ അടപടലം കുടുങ്ങാൻ പോകുന്നതിൻ്റെ സൂചനകളാണിപ്പോൾ ഹൈക്കോടതി തന്നെ നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പിൻ്റെ ആഴം വ്യക്തമാക്കുന്ന തരത്തിലാണിപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് SNDP യോഗത്തിൻ്റെ പിൻബലത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായിരിക്കുന്ന മൈക്രോ ഫൈനാൻസിംഗ് തട്ടിപ്പ് കേസിൽ കടുത്ത വിമർശനവുമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി ഇടപെട്ടത്. അദ്ദേഹത്തെ മാത്രമല്ല, വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസ് മേധാവിയെയും പൊക്കും എന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. നിരന്തരം നിർദ്ദേശിച്ചിട്ടും വെള്ളാപ്പള്ളിക്കെതിരായ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ അന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എന്ന ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. കേസ് കൈകാര്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് സമയമില്ലെന്നും, എന്നാൽ ഇനിയത് നടക്കില്ല, 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകിയില്ല എങ്കിൽ SP S ശശിധരനെ ആ അന്വേഷണ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റുമെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. കോടതിയെ കളിയാക്കരുത് എന്ന് ശക്തമായി വിമർശിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ ചില സമ്മർദ്ദമുണ്ടെന്നും നിരീക്ഷിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇതുവരെ കേരളം ഭരിച്ചിരുന്ന വെള്ളാപ്പള്ളിയുടെ ചങ്ങാതിയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന പിണറായി വിജയൻ ഈ തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചു വരുന്നതായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. അതിൻ്റെ ഒരു ചൂളം വിളിയാണ് ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ കണ്ടത്. മലപ്പുറം ജില്ലയെയും ജില്ലയിലെ മുസ്ലിങ്ങളെയും ഒന്നടങ്കം അസഭ്യം പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് നടപടിയെടുക്കുന്നതിന് പകരം നാട്ടിൽ പോയി മാലയിട്ട് കൊടുക്കലാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. അത് ഹൈക്കോടതി വ്യക്തമായി നിരീക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ചേർത്തല സ്വദേശി MS അനിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി മുന്നിൽ വച്ചിരിക്കുന്നത്. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ ജൂൺ 20 മുൻപ് അന്വേഷണം പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശം നൽകിയത് നമ്മൾക്കറിയാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പരാതിയെ തുടർന്നാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കേസെടുത്തത് തന്നെ. SNDPയുടെ യോഗം പ്രസിഡന്റ് MN സോമൻ, മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്റർ KK മഹേശൻ, അതുപോലെ KSBCDC മുൻ MD ദിലീപ് കുമാർ തുടങ്ങിയവരാണ് കേസിലെ പ്രതികളായിട്ടുള്ളത്. KSBCDC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖകൾ ഹാജരാക്കി ക്രമക്കേട് നടത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് KK മഹേശൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വെള്ളാപ്പള്ളിയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു മഹേശൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന പരാതി അവരുടെ കുടുംബക്കാർ തന്നെ നൽകിയത് വേറെയുമുണ്ട്. അതുകൂടാതെ മഹേശൻ്റെ ആത്മഹത്യ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ മുഖ്യമന്ത്രി VD സതീശന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ നൽകിയ കത്തും അവിടെയുണ്ട്. അതിൻ്റെ അന്വേഷണവും വെള്ളാപ്പള്ളിയിലേക്ക് തന്നെ എത്തുകയാണ്. എല്ലാം കൂടി വെള്ളാപ്പള്ളിയുടെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന നിലയിലെത്തിയിരിക്കുകയാണിപ്പോൾ. കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണവും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണവുമെല്ലാം ഒന്നിച്ചു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. നമുക്കറിയാം, ശബരിമല അയ്യപ്പൻ്റെ മോഷ്ടാക്കളെ വരെ വെള്ള പൂശാൻ ഒരേ കാറിൽ പോയി ചരിത്രം കുറിച്ച വെള്ളാപ്പള്ളിക്കും പിണറായിക്കും ഇനി കേസൊഴിഞ്ഞ നേരം കാണില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.